ആർദറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. ബ്ലൂടൂത്ത് സ്പീക്കർ നിർമ്മിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നതിനെ കുറിച്ച് നോക്കാം. നമുക്ക് USB പ്ലെയർ, അതായത് ബ്ലൂടൂത്തിനുള്ളത്. ഇതിൽ നമുക്ക് ചെറിയൊരു ആംപ്ലിഫൈഡ് ബോർഡും ഉണ്ട്. പിന്നെ ഇതിലേക്ക് ചാർജിങ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റ് ഒരു 3 വോൾട്ടേജ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് സെപ്പറേറ്റ് ഒരു ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബോർഡിന് ഏകദേശം ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഒരു 220 രൂപയോളം വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചാർജ് ചെയ്യണ ഇതാണ്, അതായത് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള കണക്ടർ വെച്ച് ഇത് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു സെക്ഷനിലേക്ക് ബോർഡിലേക്കും ഒരു സെക്ഷൻ ബാറ്ററിയിലേക്കും കണക്ട് ചെയ്യാം. പിന്നെ നമുക്കത് ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു ബാറ്ററി ഉണ്ട്. 3.7 വോൾട്ടിൻ്റെ 2000 mAh ബാറ്ററിയാണ്. ഇതിപ്പോൾ ഇവിടെ ഇരുന്നേച്ചാണ്, ഇത് എൻ്റെ ഉള്ള ഒരു ബാറ്ററിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 140 രൂപയോളം വില വരും. പിന്നെ അതിന് 2 സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്പീക്കർ, 3 ഇഞ്ചിൻ്റെ. ഇത് ശരിക്കും ഒരു ഊഫറാണിത്, ആണിത്. ഇതിന് 3 ഇഞ്ച് സൈസാണിത്. ഇത് 2 സ്പീക്കറുണ്ട്. ഈ 2 സ്പീക്കർ ഒരെണ്ണത്തിന് 65 രൂപ, രണ്ടും കൂടി 130 രൂപയോളം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് അധികം കണക്ട് കിട്ടിയിട്ടില്ല. ഈ സൈഡിലാണ് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് വരേണ്ടത്. അതായത് ഇതിലേക്ക് മൊബൈലിൻ്റെ ചാർജർ ഇത് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ ചാർജറാണ്. ഇതേപോലെ കണക്ട് ചെയ്തിട്ട് നേരെ ഈ ഇതുണ്ട്, 2 ഔട്ട് ഉണ്ട് ഇതിൽ, B+, B-, രണ്ടും ഔട്ടാണത്. അപ്പം നമുക്ക് ഒരു ഇതിൻ്റെ സപ്ലൈയിലേക്കും ബോർഡിൻ്റെ സപ്ലൈയിലേക്കും ഒരെണ്ണം ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇപ്പം ഇതിൻ്റെ ഇവിടെ തന്നെ നമുക്ക് 2 സ്പീക്കറിൻ്റെ ഇതുണ്ട്. അത് നമുക്ക് സോൾഡർ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് കണക്ടർ. അപ്പോൾ ഇത് ഈ റെഡ് കാണിച്ചേക്കണ ഇത് സപ്ലൈ, ഈ വൈറ്റ് ഇതായിട്ടുള്ളത്. അപ്പം നമ്മുടെ വേറെ കോഡ് വയറൊന്നും കിട്ടിയിട്ടില്ല അധികം, അപ്പോൾ ഈ ഒരു കോഡ് വയർ മാത്രമേ കിട്ടിയുള്ളൂ. ചില ഇതിൽ കിട്ടുന്നതാണത്, പക്ഷേ ഇതിനെന്ത് പറ്റിയെന്ന് അറിയില്ല, കിട്ടിയില്ലത്. നമുക്കിത് സോൾഡർ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. നമുക്കിത് സോൾഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇതിന് സപ്ലൈ ഉള്ളത് സോൾഡർ ചെയ്യാൻ പോണെയാണ്. പക്ഷേ ഇതിൽ റെഡ് വയർ കൊടുക്കുന്നത് പോസിറ്റീവ്, പിന്നെ വൈറ്റ് വയർ കൊടുക്കുന്നത് നെഗറ്റീവ്. ഇത് സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് തമ്മിൽ അങ്ങോട്ടൊന്ന് ടച്ച് ആകാതെ നോക്കണം. അല്ലെങ്കിൽ സപ്ലൈ കൊടുക്കുന്നതായതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ കമ്പൗണ്ട്സ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇതേപോലെ നമുക്ക് സ്പീക്കറും ഇതിൻ്റെ വയറും സോൾഡർ ചെയ്തെടുക്കാം. അത് എൻ്റെ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് വയറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്തത് ബോർഡിലേക്ക് സോൾഡർ ചെയ്യാം. ഇതിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള മൊബൈലിൻ്റെ ചാർജർ കണക്ട് ചെയ്തിട്ട് സപ്ലൈ കൊടുക്കാനുള്ള ബോർഡിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാം.
അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവ്, ഇത് രണ്ടും പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ചെയ്യാം. ചെയ്തിട്ട് രണ്ട് സൈഡിലും സോൾവ് ചെയ്യാനുള്ള ഇത് ഉണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്താൽ മതി. സോൾവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ചെയ്യണേ ചെയ്യാം, ബാക്കിൽ ചെയ്യണേ ചെയ്യാം. അപ്പോൾ പൊളാരിറ്റി തിരിഞ്ഞു പോകാതെ നോക്കണം. ഇതിപ്പോൾ റെഡ് വരെ നമുക്ക് പോസിറ്റീവാണ്. ഞാൻ ഈ ബാക്ക് സൈഡിലാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തോളാം, അല്ലെങ്കിൽ അടുത്ത് ഇതോട്ടൊന്ന് ടച്ച്. ഇതിലേക്ക് സപ്ലൈ വന്ന ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് സ്പീക്കറിലേക്കൊക്കെ സോൾവ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി നോക്കാം. നമുക്കിനി ഇത് സ്പീക്കറൊക്കെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ അടുത്ത സെക്ഷൻ പിന്നെ ഒരു സ്പീക്കർ സോൾവ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത സ്പീക്കർ നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് നമുക്ക് ഇതില് ഇപ്പൊ കണക്ടർ കട്ട് ചെയ്തതാണ്, വേറെ ഒന്നുമല്ല. അതില് സോൾഡർ ചെയ്യേണ്ടി വരുന്ന കാരണം മറ്റേ ഈ ബാറ്ററിയുടെ വയറൊന്ന് കട്ട് ചെയ്തതാണ്. ബാറ്ററി ഒന്ന് കൊടുക്കാം. നേരത്തെ നമ്മള് ബോർഡിലേക്കുള്ള സപ്ലൈ കൊടുത്തത്, അതേപോലെ ബാറ്ററി ഇതുവഴി കൊടുക്കാം. ഇവിടെ റെഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഈ ബാക്ക് സൈഡിൽ ഈ ഫ്രണ്ട് സൈഡിൽ സോൾവ് ചെയ്ത് കൊടുക്കാം. അതിപ്പോ ബാറ്ററി കണക്ട് ചെയ്തിട്ടാണത് ഓണായിട്ടുണ്ട്, ഓണായിരുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് റിമോട്ടും കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് റിമോട്ടിൽ വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഇതിന്റെ ബാറ്ററിയുടെ ഒരു കവറായിരുന്നത്. അപ്പൊ നമ്മൾ ബാറ്ററി 3 വോൾട്ടിന്റെ ഒരു ബട്ടൺ ബാറ്ററി ആണത്, ലിഥിയം സെല്ലാണത്. നമുക്കൊന്ന് ബ്ലൂടൂത്ത് ബാറ്ററി ചാർജറുള്ള കാരണമാണിത് വർക്ക് ചെയ്യണത്. നമുക്ക് ഇതൊന്ന് ചാർജറും കൂടി ഒന്ന് കുത്തി നോക്കാം. ചാർജർ കുത്തുമ്പോൾ ലൈറ്റ് തെളിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് മൊബൈലിലൊന്ന് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കിത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ഇതാ കണക്ട് ചെയ്തേക്കണത്. പക്കാരി എന്നും പറഞ്ഞൊരു നെയിമിലാണ് ഇത് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ക്രിപ്പിന് ഡിസോൾഡർ ചെയ്തിട്ട് സ്പീക്കർ ഇവിടെ വെക്കണം. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഇതാണ് അളവ്. നമുക്ക് സോൾഡറിങ് ഒക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഇപ്പൊ ചെയ്യാം. കവറൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ ഇപ്പൊ ബോക്സിലേക്ക് സോൾഡർ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഉറപ്പിക്കണം. നമുക്ക് ബാറ്ററി ഈ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്, അതിനനുസരിച്ച് എവിടെയെങ്കിലും സൈഡിൽ ഉറപ്പിക്കാം. ഈ ബോർഡ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ വെച്ചേക്കണം. ഇങ്ങനെ വെച്ചിട്ട് കവർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സീറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പൊ നമ്മൾ ബാക്ക് സൈഡിലെ ഇതിൻ്റെ ഇത് ചെയ്തതാണ്, സോൾഡർ ചെയ്ത് ബാറ്ററി ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സൈഡിൽ ഒട്ടിച്ച് വെച്ചേക്കണേണ്. അപ്പൊ ഇതൊന്ന് എവിടെയെങ്കിലും ഉറപ്പിക്കണം. അപ്പൊ ഇതേപോലെ ഒന്ന്
കറക്റ്റായിട്ട് ഉറപ്പിക്കുന്നതാണ്. നമുക്ക് ഇതേപോലെ സ്ക്രൂ ചെയ്തിട്ട് ഇത് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതേപോലെ ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ച് നമുക്ക് ഒരു ബട്ടൺ കൂടി ഇട്ട് നോക്കാം. കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അപ്പോൾ നമ്മളിവിടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറാണ് നിർമ്മിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഇനിയും ഉപകാരപ്രദമായ വീഡിയോ ഇനിയും കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.